മനുഷ്യകുലത്തിൻ്റെ പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്ന ശാഖയാണ് സാഹിത്യം. അത് കവിതയായും ചെറുകഥയായും നോവലായുമൊക്കെ ഒരു മനുഷ്യൻ്റെ ചിന്താഗതിയെ സ്വാധീനിച്ചിട്ടുണ്ട്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ആധുനികമായി വന്ന മാറ്റങ്ങൾ, കഴിഞ്ഞ കുറേ കാലങ്ങളായി മലയാള സാഹിത്യത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മലയാളം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ ശിവപ്രസാദ് സാറാണ്. ശ്രീ ശിവപ്രസാദ് സാർ, ഈ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മാറ്റങ്ങൾ, അത് എനിക്ക് തോന്നുന്നത് വളരെ പണ്ട് തൊട്ടിങ്ങോട്ട് പല സാഹചര്യങ്ങളിൽ മാറ്റങ്ങളുണ്ടായി. പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം, ഇങ്ങനെ നോവലുകളിലായിക്കോട്ടെ കവിതകളിലായിക്കോട്ടെ. പക്ഷേ 80കളിലൊക്കെ ശേഷം മലയാള സാഹിത്യത്തിൽ വന്ന മാറ്റങ്ങൾ, അതായത് അത് പലപ്പോഴും അതുവരെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ രാമായണം വിൽക്കും, പക്ഷേ രാമായണത്തിനെതിരെയുള്ള അതിനൊപ്പം തന്നെ അതും ചെയ്യും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് സംഭവിച്ചിരുന്നു. അത് പലപ്പോഴും മാതൃഭൂമി ഉൾപ്പെടെയുള്ള ആനുകാലികങ്ങളെ അല്ലെങ്കിൽ ആഴ്ചപ്പതിപ്പുകളെയൊക്കെ ബാധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു മാറ്റം എങ്ങനെയുണ്ടായി എന്നാണ് കരുതുന്നത്? ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മളിൽ ചിലർ കുറേ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. വാസ്തവത്തിൽ 80കളല്ല 90കൾക്ക് ശേഷമാണ് ഇത്തരമൊരു ഷിഫ്റ്റ്, മാറ്റം ദൃശ്യമായിട്ടുള്ളത്. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പബ്ലിക് ഒപ്പീനിയനുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണിത്. നമ്മുടെ പൊതുബോധം, അതിൽ വന്നിട്ടുള്ള മാറ്റം, ആ മാറ്റത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് പലപ്പോഴും സാഹിത്യവും സാഹിത്യേതരമായിട്ടുള്ള കലകളുമൊക്കെ രംഗത്ത് വരുന്നത്. അപ്പോൾ 90കൾക്ക് ശേഷമുണ്ടായിട്ടുള്ള സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് നമ്മുടെ പൊതുബോധത്തെ കൃത്യമായിട്ടും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഈ പൊതുബോധം എന്ന് ചോദിച്ചാൽ, അത് കൃത്രിമമായി നിർമ്മിച്ച പൊതുബോധമാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. യഥാർത്ഥ പൊതുബോധമല്ല. അവിടെ നിർമ്മിച്ച പൊതുബോധം എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിട്ടുള്ള സാഹിത്യ സമീപനങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. കുമാരനാശാൻ്റെ കാലഘട്ടത്തിൽ ഒരു പൊതുബോധം ഉണ്ടായിരുന്നു. ആശാന് ശേഷമുണ്ടായിട്ടുള്ള കാലഘട്ടത്തിലും പൊതുബോധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പൊതുബോധമൊക്കെ തന്നെ സ്വാഭാവികമായിട്ടുണ്ടായതാണ്. ദുരവസ്ഥ എഴുതുമ്പോൾ ആശാൻ്റെ പൊതുബോധം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെ പൊതുബോധത്തിൻ്റെ ഭാഗമായിരുന്നു. അത് പിന്നീട് ഏതാണ്ട് 90കൾ വരെ അങ്ങനെ വന്നു. പക്ഷെ അതിന് ശേഷമുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർ കൃത്രിമമായിട്ടുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കി. അതിനു മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുരോഗമന കലാസംഘവും ഒക്കെ തന്നെ ഒരു പൊതുബോധം സൃഷ്ടിച്ചിരുന്നു. നമുക്കറിയാം, നവോത്ഥാന കാലത്തിന് ശേഷം ഇടതുപക്ഷം ശക്തിപ്പെടുകയും നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഒരു ദ്വന്ദ്വം രൂപപ്പെടുത്തുകയും ചെയ്തു. ആ ദ്വന്ദ്വം വളരെ പ്രസിദ്ധമാണ്, ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള ദ്വന്ദ്വം. ഈ ഒരു ബൈനറിയിൽ ഉള്ളവൻ എന്ന് പറയുന്നത് എല്ലാ തിന്മയുടെയും ഭാഗമാണ്, ഇല്ലാത്തവൻ എന്ന് പറയുന്നത് എല്ലാ നന്മയുടെയും ഭാഗമാണ്. ഈ ഒരു ബൈനറിയിലാണ് കുറേ കാലം നമ്മുടെ സാഹിത്യകൃതികളുടെ ഉള്ളടക്കം അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇത് പറയുമ്പോൾ. അതിനുശേഷം പിന്നീട് അല്പം കൂടി കഴിഞ്ഞപ്പോൾ ഇത് ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭജനമായിരുന്നു. പിന്നീട് നവമാർക്സിയൻ കാലഘട്ടത്തിൽ ഈ ഒരു ബൈനറിയിലേക്ക് വീണ്ടും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഉദാഹരണമായിട്ട് ഇപ്പോൾ പുരുഷൻ സ്ത്രീ എന്നുള്ളൊരു ബൈനറി വന്നു. പുരുഷൻ എന്ന് പറയുന്നത് എല്ലാ തിന്മയുടെയും ഭാഗം, സ്ത്രീ എന്ന് പറയുന്നത് എല്ലാ നന്മയുടെയും ഭാഗം. പരിസ്ഥിതി വികസനം ഇങ്ങനെ വന്നു. പരിസ്ഥിതി എല്ലാ നന്മയുടെയും ഭാഗം, വികസനം എല്ലാ തിന്മയുടെയും ഭാഗം. പിന്നെ വന്നത് സവർണൻ അവർണൻ എന്നുള്ളൊരു ബൈനറി വന്നു. സവർണൻ എല്ലാ തിന്മയുടെയും ഭാഗം, അവർണൻ എല്ലാ നന്മയുടെയും ഭാഗം. ഇങ്ങനെയൊരു ബൈനറി കൃത്യമായിട്ടും ഇടതുപക്ഷം സൃഷ്ടിച്ച് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സാഹിത്യകൃതികളുടെയൊക്കെ ഉള്ളടക്കം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റും. പക്ഷേ 90കൾക്ക് ശേഷമുണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബൈനറിയിൽ ഇടതുപക്ഷത്തിന് കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ പറ്റാതെ വന്നു. ആ ഒരു സ്പേസിലേക്ക്
കേരളത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു പുതിയ ദ്വന്ദ്വം മുന്നോട്ട് വെച്ചു. ആ ദ്വന്ദ്വം എന്ന് പറയുന്നത് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന ദ്വന്ദ്വമാണ്. അത് ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള ദ്വന്ദ്വത്തിന് പകരമായിട്ട് അവിടെയും നന്മ തിന്മ എന്നുള്ള ദ്വന്ദ്വം അവിടെയുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഉള്ളവൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇല്ലാത്തവൻ്റെ ഓപ്പോസിറ്റാണ്, ഭൂരിപക്ഷം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്നുള്ളൊരു ബൈനറി സൃഷ്ടിച്ചു. ഭൂരിപക്ഷം എല്ലാ തിന്മയുടെയും ഭാഗം, ന്യൂനപക്ഷം എല്ലാ നന്മയുടെയും ഭാഗം. ഇങ്ങനെയൊരു ബൈനറി ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ടാണ് മലയാളത്തിൽ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഒരു പൊതുബോധം സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് തീർച്ചയായിട്ടും മാധ്യമം എന്നുള്ള ആഴ്ചപ്പതിപ്പ്, ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായിട്ടുള്ള മാധ്യമ ആഴ്ചപ്പതിപ്പ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഈ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള നിലപാടെടുത്തു. കൃത്യമായിട്ടും അത് കമൽറാ സജീവ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ മാധ്യമത്തിൽ നിന്നും മാതൃഭൂമിയിലേക്ക് വന്നപ്പോൾ ഇതേ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് മാതൃഭൂമിയെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മാതൃഭൂമിയിലെ ഉള്ളടക്കം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഭൂരിപക്ഷം എന്ന് പറയുന്നത് തിന്മയുടെ ഭാഗമാണ്, ന്യൂനപക്ഷം നന്മയുടെ ഭാഗമാണ്. ഈ ഒരു ബൈനറിയിലാണ് മലയാള സാഹിത്യം കുറേ കാലമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ മാതൃഭൂമിയും മാധ്യമവും ഒക്കെ തന്നെ മലയാളിയുടെ പൊതുബോധത്തെ നിർണ്ണയിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള സാഹിത്യ മാസികകളായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ എഴുത്തുകാർ പാകപ്പെട്ടു തുടങ്ങി. ഇത് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യം, പല എഴുത്തുകാരും മാധ്യമ ആഴ്ചപ്പതിപ്പിൽ ലേഖനമോ കവിതയോ പ്രസിദ്ധീകരിക്കാൻ താല്പര്യം കാട്ടിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് കൂടുതൽ പ്രതിഫലം കൊടുക്കും എന്നുള്ളതായിരുന്നു. അതവർ പരസ്യമായിട്ട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ പണം കൊടുത്തും പദവി കൊടുത്തും അവാർഡുകൾ കൊടുത്തും ഒക്കെ തന്നെ ഈ എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ തന്നെ ഈ ഒരു ബൈനറിയിൽ എഴുതുവാൻ വേണ്ടിയിട്ട് അവർ പ്രേരിപ്പിച്ചു. അതിൽ നമ്മുടെ എഴുത്തുകാർ അകപ്പെട്ടു പോയി. അങ്ങനെ ഈ പറയുന്ന 10-30 വർഷമായിട്ട് ഈ ഒരു ബൈനറിയിലാണ് മലയാള സാഹിത്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ. അതെ, ഈ 80കളിൽ ഈ മാധ്യമത്തിൻ്റെ 80കളുടെ അവസാനത്തോടെയാണെന്ന് തോന്നുന്നു എനിക്ക്, 86 മറ്റോ അന്ന് മാധ്യമത്തിൻ്റെ തുടക്കം. പി കെ ബാലകൃഷ്ണൻ, അത് കഴിഞ്ഞ് സി രാധാകൃഷ്ണൻ, ഇവരെയൊക്കെ വെച്ചിട്ട് കൊണ്ട് ഒരു മറ സൃഷ്ടിച്ചുകൊണ്ടാണ് മാധ്യമത്തിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങുന്നതെന്നാണ് തോന്നുന്നത്. അതായത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ പരിസ്ഥിതി, ദളിത്, ഈ ഒരു ചിന്തകൾ, അതിൻ്റെ സാഹിത്യം മുൻപോട്ട് വെക്കുക. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ മതരാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള നിലമൊരുക്കൽ, ബൗദ്ധിക സപ്പോർട്ട് കൊടുക്കൽ എന്നായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു സാഹിത്യത്തിലും ആ ഒരു ഇടപെടൽ ഉണ്ടായത്. തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് അല്ല ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത്. പകരം ഒരു പൊതുസമ്മതരായിട്ടുള്ള ആൾക്കാരെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ പിന്നിൽ നിന്ന് കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. ചില എഴുത്തുകാരെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ടി പത്മനാഭൻ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, കേസരി എന്നുള്ള വാരികയിൽ എഴുതിയാൽ നിങ്ങൾ വർഗീയവാദിയാവുമെങ്കിൽ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ എഴുതിയാലും വർഗീയവാദിയാകണം, പക്ഷെ എന്തുകൊണ്ടാവുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് കേരളീയ സമൂഹം അദ്ദേഹം ചർച്ചക്കെടുത്തിട്ടില്ല. കാരണം ഈ പൊതുബോധത്തിലാണ് കേരളീയ സമൂഹം ചിന്തിച്ചു പോന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വലിയൊരു ഷിഫ്റ്റ്, പാരഡൈം ഷിഫ്റ്റ് മലയാള സാഹിത്യത്തിലും നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മലയാള സാഹിത്യത്തിലെയും നമ്മുടെ എഴുത്തുകാരിലെയും ഒക്കെ തന്നെ കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അതായത് മീഡിയ വൺ എന്ന് പറയുന്നത് വർഗീയമാണെന്ന് പൊതുവേ ഇടതുപക്ഷക്കാർ പോലും പറയാറില്ല. അതേസമയം ജനൻ TV വർഗീയമാണ് താനും. മീഡിയ വൺ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അത്രത്തോളം തീവ്രവാദപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയിട്ടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ബംഗ്ലാദേശിലായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ, പാകിസ്ഥാനിലായിക്കോട്ടെ, ഇവിടെയെല്ലാം ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരേ ഒരു സ്വഭാവമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ അത് പറ്റാത്തത് കൊണ്ട് ആ ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയ വൺ ഓക്കെയാണ്, പക്ഷേ ജനൻ TV വർഗീയമാണ്. അതെ, ഇക്കാര്യം ഇടതുപക്ഷ നേതാക്കന്മാർ കൂടി സമ്മതിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ കോഴിക്കോടിലെ ജില്ലാ സെക്രട്ടറി അന്ന് പറയുകയുണ്ടായി, ഈ മാവോയിസ്റ്റുകളുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് തുറന്നു പറയേണ്ട ഘട്ടം വന്നു ഒരു ഘട്ടത്തിൽ. അപ്പോൾ അവർക്കറിയാം, അവർക്ക് മനസ്സിലാകുമ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്നും ഈ പിടിവിട്ടുപോയി. ഇതാണ് പ്രശ്നം. ഇടതുപക്ഷത്തിന് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്വത്വവാദം എന്നുള്ളൊരു വാദമെടുക്കാം. വാസ്തവത്തിൽ സ്വത്വവാദം എന്നുള്ള വാദം കൃത്യമായിട്ടും ഈ പറഞ്ഞ മൗലികവാദത്തിൻ്റെ ഒരു ആശയമായിരുന്നു. ആ സമയത്ത് ഇടതുപക്ഷത്തിന് ഇതറിയില്ല, തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ സ്വത്വവാദം നമ്മൾക്കെതിരാണ് എന്ന്.
പക്ഷെ അത് പിന്നീട് കെ എൻ കുഞ്ഞഹമ്മദും പി കെ പോക്കറുമൊക്കെ അടക്കമുള്ളവർ ഈ സ്വത്വഭാഗത്തിന് വേണ്ടി വാദിച്ചപ്പോൾ അത് തിരിച്ചറിയാൻ വൈകി അവസാനമാണ് അവർ പറഞ്ഞത് വർഗരാഷ്ട്രീയത്തിനെതിരാണ് സ്വത്വവാദം എന്ന് പറഞ്ഞിട്ട് തള്ളിയത് സംഭവത്തിൽ. പക്ഷെ അപ്പോഴേക്കും ഈ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു ആശയം വിട്ടുപോയിരുന്നു. സാംസ്കാരിക പ്രവർത്തകരൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് മാറിയിരുന്നു. അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ അപജയത്തിലും കണ്ടിട്ടുണ്ട്, സംശയമില്ല കാര്യത്തിൽ. അത് സാഹിത്യത്തിൽ പ്രതിഫലിച്ചു, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പ്രതിഫലിച്ചു. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ കെ എൻ കുഞ്ഞഹമ്മദിനെ പറ്റി ഇപ്പോൾ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ അന്നത്തെ പ്രയോഗം കാളയും കാളനും എന്നുള്ളത് അത് വലിയ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം ഇടതുപക്ഷത്തിൽ കൂടിയും വന്നു തുടങ്ങി. അതായത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്ന മാറ്റം അതാണ് പിന്നെ കെ എന്നിന് ശേഷം ഉണ്ടായത്. തീർച്ചയായിട്ടും അതൊരു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാദമായിരുന്നില്ല. അതെ, പകരം അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടയോട് പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ടായിരുന്നു, ഒരു പ്രത്യയശാസ്ത്രമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രത്യയശാസ്ത്രത്തെ മനസ്സിലാക്കുവാൻ ഇടതുപക്ഷ പ്രവർത്തകർക്കോ എഴുത്തുകാർക്കോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, തിരുത്തുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ടാണ് കെ എന്നെ മാറ്റിയിട്ട് സുനിൽ പി ഇടത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഈ സുനിൽ പി ഇടം മഹാഭാരതത്തിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം പ്രസംഗിച്ചു, പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതുവരെ മഹാഭാരതമോ രാമായണമോ ഇടതുപക്ഷ പ്രവർത്തകർ കാര്യമായി കണ്ടിട്ടേ ഇല്ല. അവർ അവഗണിച്ചു. ആ ഒരു ഇന്ത്യൻ മിത്തോളജിയെയും തീണ്ടാപ്പാടകളെ നിർത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം, നമുക്കറിയാം. പക്ഷേ കെ എന്നും പി കെ പോക്കറും അടക്കമുള്ളവർ ഒരുക്കിയിട്ടുള്ള മണ്ണിൽ ഈ പറഞ്ഞ ഹൈന്ദവ വിശ്വാസികൾക്ക് എതിർപ്പുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവർ ഈ മിത്തോളജിയെ പഠിക്കുവാനും, ആ പഠിച്ചിട്ട് പോസിറ്റീവായി പഠിക്കാനല്ല ഉദ്ദേശിച്ചത്, നെഗറ്റീവായി പഠിച്ചിട്ടെങ്കിലും അവർ അതിലേക്ക് എത്തി. പക്ഷേ സുനിൽ പി ഇടത്തിൻ്റെ പ്രഭാഷണമൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി, അണികൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഇതുവരെ ഈ പറഞ്ഞിട്ടുള്ള മിത്തോളജിയെ അകറ്റി നിർത്തിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതുമായി പൊരുത്തപ്പെടണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ അണികൾക്കുണ്ടായി, സാംസ്കാരിക പ്രവർത്തകർക്കുണ്ടായി. അതിൻ്റെ വിമർശനമൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ നമ്മുടെ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറയുന്നത് അവർ ഈ ബുദ്ധിജീവി സംഘത്തെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് അബദ്ധം പറ്റുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ബുദ്ധിജീവി സംഘം എന്ന് പറയുന്ന ഒരു സംഘമുണ്ടല്ലോ, ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഇത് റഷ്യയുടെ സൃഷ്ടിയാണത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ആദ്യമായിട്ട് ബുദ്ധിജീവി സംഘം ഉണ്ടായിട്ടുള്ളത്. സ്റ്റാലിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഷഡനോവായിരുന്നു റഷ്യയിലെ അക്കാലത്തെ ബുദ്ധിജീവികളുടെ തലവൻ. ഒരു കവി എന്തെഴുതണം, ഒരു കഥാകാരൻ എങ്ങനെ എഴുതണം എന്നൊക്കെ തീരുമാനിക്കുന്ന അദ്ദേഹമായിരുന്നു. റഷ്യയുടെ വിപ്ലവത്തെക്കുറിച്ച്, റഷ്യയുടെ വികസനത്തെക്കുറിച്ചൊക്കെ കവിത എഴുതാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ച ഒരാളാണ് ഷഡനോവ്, നമുക്കറിയാം. ആ ഒരു ബുദ്ധിജീവി സംഘത്തിൻ്റെ മാതൃകയിലാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കം മുതലേ ഈ ബുദ്ധിജീവി സംഘത്തെ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ സമൂഹം അംഗീകരിച്ചിട്ടുള്ള ബുദ്ധിശാലികളായിട്ടുള്ള ആൾ എന്ന അർത്ഥത്തിലല്ല നമ്മൾ ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്. പകരം പാർട്ടിക്ക് വേണ്ടിയിട്ട്, പാർട്ടിയുടെ പ്രതിരോധം കവചം എന്ന രീതിയിൽ ഒരു സൈന്യമായിട്ട്, ബൗദ്ധിക സൈന്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള ബുദ്ധിജീവികൾക്ക് വാരികകളിൽ എഴുതാൻ അവസരം കൊടുത്തു, പ്രസംഗിക്കാൻ വേദി കൊടുത്തു, സർവകലാശാലകളിൽ അവർക്ക് നിയമനം കൊടുത്തു. ഇങ്ങനെ അവർ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു ടീമാണ് വാസ്തവത്തിൽ ബുദ്ധിജീവി സംഘം എന്ന് പറയുന്നത്. തുടക്കകാലത്ത് EMSൻ്റെ കാലത്തൊക്കെ പി ഗോവിന്ദപിള്ളയും അതുപോലെ തന്നെ തായട്ട ശങ്കരനും അടക്കമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വാസ്തവത്തിൽ ആധികാരികമായ ധാരണയുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് എന്താണെന്നും. അത്രയൊന്നും മനുഷ്യത്വ വിരുദ്ധമായ സമീപനങ്ങളിലേക്ക് അവർ പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ പിന്നീട് അവർക്ക് ശേഷം വന്നിട്ടുള്ള MN വിജയൻ തൊട്ടാണ് വാസ്തവത്തിൽ ഈ പാർട്ടിയും ബുദ്ധിജീവി സംഘവും തമ്മിലുള്ള പ്രശ്നം ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ MN വിജയൻ ബ്രണ്ണൻ കോളേജിലെ ഒരു മലയാള അധ്യാപകൻ മാത്രമായിരുന്നു. അദ്ദേഹം സാഹിത്യ വിമർശനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ ഈ പാർട്ടി ഏറ്റെടുക്കുന്നത്. വാസ്തവത്തിൽ പാർട്ടിയാൽ നിർമ്മിക്കപ്പെടുകയും പാർട്ടിയാൽ സംഹരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആദ്യത്തെ ബുദ്ധിജീവി MN വിജയനാണ്. അദ്ദേഹം പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള, പാർട്ടി വേദി കൊടുത്തു, പാർട്ടി പ്രസിദ്ധീകരണങ്ങൾ എഴുതാൻ വേണ്ടി അവസരം കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ അവസാനം ചില സൗന്ദര്യ പിണക്കങ്ങൾ ഒക്കെയോ പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ ആദർശം എന്നൊക്കെ പറയാമെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം പാർട്ടിയിൽ നകലുകയും ഒടുവിൽ പാർട്ടി സെക്രട്ടറി തന്നെ തള്ളിപ്പറയുകയും ചെയ്ത് അവസാനം അതിനുശേഷമാണ് KN കുഞ്ഞഹമ്മദിന് ഈ ഒരു ബുദ്ധിജീവി പട്ടം അല്ലെങ്കിൽ നേതാവായിട്ട് മാറ്റം കൊടുക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടി കൈമാറുന്നത്. KN കുഞ്ഞഹമ്മദും PK പോക്കറും അടങ്ങുന്ന ആ സംഘം വളരെ പെട്ടെന്ന് തന്നെ മതമൂലികവാദികളുടെ ഒരു ചട്ടുകമായിട്ട് മാറുകയും
അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്ക് തലവേദനയായിട്ട് മാറുകയും സ്വത്വവാദം വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്തപ്പോൾ ആ ഒരു ബുദ്ധിജീവി സംഘത്തെ പിരിച്ചുവിടുകയും അതിന് പകരമായിട്ട് സുനിൽ പി ഇളയിടത്തിന് ചാർജ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് സുനിൽ പി ഇളയിടം മഹാഭാരതം വായിക്കുന്നത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. പക്ഷേ അദ്ദേഹത്തിന് അതിനെക്കൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പിന്നീട് ആരംഭിക്കുന്നതേ ഉണ്ടായിട്ടുള്ളൂ. അത് നമുക്ക് പിന്നീടൊരു അവസരത്തിൽ സാന്ദർഭികമായിട്ട് പറയാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ഈ ബുദ്ധിജീവി സംഘത്തിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. ഇതെല്ലാം ആലോചിച്ച് നോക്കൂ, എല്ലാം മലയാള അധ്യാപകരാണ്. എം എൻ വിജയൻ അടക്കം, എം എൻ വിജയൻ മുതൽ ഇങ്ങോട്ട് സുനിൽ പി ഇളയിടം വരെയുള്ളവർ മലയാള അധ്യാപകരാണ്. അവർക്ക് സാഹിത്യവുമായിട്ട് ബന്ധമുണ്ട്, സംസ്കാരവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവരിലൂടെ ഈ ഒരു ബൗദ്ധിക ലോകം നിർമ്മിച്ചെടുക്കാമെന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണ പാർട്ടിക്കുണ്ടായിരുന്നു. അതൊക്കെ അബദ്ധത്തിലാണ് കലാശിച്ചിട്ടുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പൊതുബോധം സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ പൊതുബോധത്തെ ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിച്ച ഈ പൊതുബോധത്തെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ആ ഒരു പ്രശ്നമാണ് ഇപ്പോഴും പാർട്ടി അനുഭവിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകാം. അത് സാഹിത്യം മാത്രമല്ല, നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഇപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് EMSൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് വായിക്കാൻ പറ്റും. എങ്ങനെയാണ് മലബാർ കലാപത്തെ, മാപ്പിള ലഹളയെ CPM അക്കാലത്ത് സമീപിച്ചിട്ടുള്ളത്? എന്തായിരുന്നു ഷബാനു കേസിൽ CPMൻ്റെ നിലപാട്? പക്ഷേ ഇന്ന് ആ നിലപാട് അവർക്ക് പറയാൻ കഴിയുമോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് 90-കൾക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിടിമുറക്കി കഴിഞ്ഞു. ഇതാണ് ഇത് ഷിഫ്റ്റിൻ്റെ പ്രത്യേകത. ഇതാണ് സംഭവം. ഇത് സാഹിത്യത്തിലും എങ്ങനെ വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്. ഈ ഒരു കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു മലയാള ഈ സാഹിത്യ മേഖലയെയും സാംസ്കാരിക ബോധത്തെയും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട ഇവരുടെ ഇടപെടൽ, കുറച്ച് കാര്യമായിട്ടുള്ള ഇടപെടൽ എവിടെയാണ്, ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെ ഉണ്ടാവും? പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് എഴുത്തുകാരുടെ സ്വാതന്ത്ര്യം, എഴുത്തുകാരുടെ നിലപാട്, ഇവയിലുണ്ടായിട്ടുള്ള മാറ്റമാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാൻ തോന്നുന്നത്. ഒന്ന്, ഇപ്പോൾ നമുക്ക് ഉദാഹരണം തന്നെ എടുക്കാം. കുമാരനാശാൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ദുരവസ്ഥ എഴുതി. ഈ ദുരവസ്ഥ എഴുതിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി നമുക്കറിയാം. കാരണം ആ ദുരവസ്ഥയിലെ വില്ലന്മാർ അല്ലെങ്കിൽ നെഗറ്റീവ് കഥാപാത്രങ്ങളിൽ മുസ്ലിങ്ങളാണ്, അറിയാമല്ലോ. അതുകൊണ്ട് മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചു. ദുരവസ്ഥയുടെ കെട്ടുകളൊക്കെ അവർ കൂട്ടിയിട്ട് കത്തിച്ചു. പല സ്ഥലങ്ങളിലും പ്രതിഷേധമുണ്ടായി. ആശാൻ അവർ കത്തെഴുതി, ഈ കൃതി പിൻവലിച്ചിട്ട് മാപ്പ് പറയണം, കാരണം മുസ്ലിം സമുദായത്തെ മുഴുവൻ വില്ലന്മാരാക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിനായകന്മാരാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കത്തയച്ചു. അതിന് ആശാൻ കൊടുത്തൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ ഭാവനയിലുണ്ടായിട്ടുള്ള കൃതിയല്ല, തൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു കൊടിയ അനീതിയെ നേരിട്ട് കണ്ടതുകൊണ്ട്, മനസ്സിലാക്കിയതുകൊണ്ട് അതിൽ നിന്നുണ്ടായിട്ടുള്ള കൃതിയാണിത്. ഒരു വർഗീയ കലാപത്തിൻ്റെ, ഏകപക്ഷീയമായ കലാപത്തിൻ്റെ അനുഭവം നമുക്കുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ കൃതി രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിൻവലിക്കില്ല എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷമാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്, നമുക്കറിയാം. അപ്പോൾ ഈ സമയത്ത് ആശാന് കൃത്യമായൊരു നിലപാടുണ്ടായിരുന്നു. ഇത്രയധികം വിമർശനമുണ്ടായിട്ടും ആശാൻ ആ സമയത്ത് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു, അന്ന് രാജാവ് കൊടുത്തിരുന്നു എന്ന് പറയും. പക്ഷേ ആശാൻ അവിടെ കൃത്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കി. അങ്ങനെയൊരു നിലപാട് വ്യക്തമാക്കുന്ന പൊതുബോധം അന്നുണ്ടായിരുന്നു, ആശാൻ അനുകൂലമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ 90-കൾക്ക് ശേഷമുണ്ടായിട്ടുള്ള പൊതുബോധം മാറിയെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഉദാഹരണം ഒരുപാട് നമുക്ക് സാഹിത്യത്തിൽ കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ NS മാധവൻ എന്നുള്ള എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കഥയാണ് ഹിഗ്ഗിറ്റ. നമുക്കറിയാം, ക്രാഫ്റ്റ് കൊണ്ടും ഉള്ളടക്കം കൊണ്ടും ഒക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട കഥയാണ്. മലയാളത്തിൽ ഏറ്റവും മികച്ച 10 കഥയെടുത്താൽ അതിലൊന്ന് ഹിഗ്ഗിറ്റയായിരിക്കും, നമുക്കറിയാം. പക്ഷേ ആ ഹിഗ്ഗിറ്റയിൽ ഈ ക്രാഫ്റ്റോ അതിൻ്റെ ഉള്ളടക്കമോ അത് അവതരിപ്പിച്ച രീതിയോ ഒന്നുമല്ല ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. പകരം ആ കഥയിലെ ഒരു നെഗറ്റീവ് കഥാപാത്രം, വില്ലൻ കഥാപാത്രം ഒരു മുസ്ലിം പേരാണ് ആ കഥാപാത്രത്തിന്. അതുകൊണ്ട് ഈ പറയുന്ന കഥ ഒരു മുസ്ലിം വിരുദ്ധ കഥയാണ് എന്നും NS മാധവൻ ഹിന്ദു വർഗീയവാദിയാണ് എന്നും പറഞ്ഞ് ഒരു ലേഖനം MT അൻസാരി എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതി. ഒരു സർവകലാശാല പ്രൊഫസറാണ് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് വിവാദമുണ്ടായി. ശരിയാണ്, കാരണം ജബ്ബാർ അതിൽ വില്ലനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത് മുസ്ലിം നാമധാരികൾ ഒരിക്കലും വില്ലന്മാരാകാൻ പാടില്ല. അങ്ങനെ വില്ലന്മാരായി കഴിഞ്ഞാൽ
അത് മുസ്ലിം വിരുദ്ധ കൃതിയാകും എന്ന ഒരു ആഖ്യാനം, അത് ഈ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച ഈ പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആഖ്യാനമാണ്. അത് മുന്നോട്ട് വെച്ചപ്പോൾ വാസ്തവത്തിൽ അതിനോട് എങ്ങനെയാണ് NS മദനി പ്രതികരിക്കേണ്ടത്? അത് തെറ്റാണ് എന്നും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നും അങ്ങനെയൊരു ആരോപണം തന്നെ വർഗീയമാണ് എന്ന് പറയേണ്ടത്. പക്ഷേ NS മദനി ഇതൊന്നും പറഞ്ഞിട്ടില്ല. പകരം അദ്ദേഹം താനൊരു മതേതരവാദിയാണ് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് പ്രശ്നം. അതായത് NS മാധവന് വേണമെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. പക്ഷേ അദ്ദേഹം താനൊരു മതേതരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ തള്ളാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ സമയത്ത് ഡോക്ടർ VC ശ്രീജൻ മാത്രമാണ് ഈ ഒരു ലേഖനം മലയാളത്തിലെ ആദ്യത്തെ വർഗീയവാദപരമായ നിരൂപണമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ ഇഴപിരിച്ച് പരിശോധിച്ചു എന്താണ് ഈ കഥയിലെ ഘടന, അതിൽ മുസ്ലിം കഥാപാത്രം എന്നതുകൊണ്ട് എങ്ങനെയാണ് വർഗീയമാവും എന്തൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ ഒരു ലേഖനം ഭാവിയിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് ശ്രീജൻ മാഷ് അന്ന് ഇതൊക്കെ വിവാദം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു വെച്ചതാണ്. പക്ഷേ അത് ഏറ്റെടുക്കാൻ ആളുണ്ടായില്ല. അതിൻ്റെ ഒരുപാട് ദുരന്ത ഫലങ്ങൾ വീണ്ടും ആവർത്തിച്ചു. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ സന്തോഷ് ഏച്ചിക്കാനം മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു കഥയാണ് ബിരിയാണി. നമുക്കറിയാം ബിരിയാണി കഥയിൽ വാസ്തവത്തിൽ ആ കഥ വിശപ്പിനെക്കുറിച്ചുള്ള കഥയാണിത്. പക്ഷേ ആ കഥയിൽ 2 കഥാപാത്രങ്ങൾ മുസ്ലിം കഥാപാത്രങ്ങളാണ്. ആ 2 പേർക്കും നെഗറ്റീവ് ഷെയ്ഡുണ്ട്. ചെറിയ നെഗറ്റീവ് ആയാലും അങ്ങനെ വലിയ നെഗറ്റീവ് വില്ലന്മാരൊന്നുമല്ല. ആ നെഗറ്റീവ് ഷെയ്ഡുള്ളത് കൊണ്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിവാദമുണ്ടായി. കാരണം ഇദ്ദേഹം ഒരു ഹിന്ദി വർഗീയവാദിയാണ്, മുസ്ലിം വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഊരും പേരുമില്ലാത്ത ഈ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ വന്നപ്പോൾ സന്തോഷ് ഏച്ചിക്കാനം വാസ്തവത്തിൽ അതിനോട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ നമുക്കറിയാം ഫേക്ക് ഐഡികളിലാണ് ഉപയോഗിക്കുക. പക്ഷേ സന്തോഷ് ഏച്ചിക്കാനത്തിന് മാപ്പ് പറയേണ്ടി വന്നു. മാപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു. താൻ ഒരു മതേതരവാദിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറയുക മാത്രമല്ല, താൻ ചെറുപ്പകാലത്ത് മുസ്ലിം വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തെളിവ് കൊടുത്തു. അപ്പോൾ ഒരു ആരോപണം ഊരും പേരുമില്ലാത്ത വന്നപ്പോൾ പോലും ഇദ്ദേഹത്തിന് തൻ്റെ മതേതര സ്വഭാവം വ്യക്തമാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ടായി. ഇത് ഞാൻ പറഞ്ഞത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊതുബോധം ഇവിടെയുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇവർക്ക് ഈ കൈവെട്ടിക്കളിയുമെന്നോ തലവെട്ടിക്കളിയുമെന്നോ ഒന്നുമുള്ള ഒരു പേടിയല്ല. പകരം ഈ ഒരു പൊതുബോധത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, എഴുത്തിൽ വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പൊതുബോധമാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇതിൽ ഏറ്റവും തമാശ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സുഭാഷ് ചന്ദ്രൻ മലയാളത്തിലെ കഥാകൃത്ത്, അദ്ദേഹം എഴുത്ത് തുടങ്ങുന്ന സമയത്ത് തപസ്യ കലാസാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ അവാർഡ് കൊടുത്തു. സുഭാഷ് ചന്ദ്രൻ അവാർഡ് കൊടുത്തു, കഥക്കൊരു അവാർഡ് കൊടുത്തു. അത് അവാർഡ് കൊടുത്തത് മഹാകവി അക്കിത്തമാണ്. സ്വീകരിച്ചു, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷമാണ് സക്രിയ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. തപസ്യ എന്ന് പറയുന്ന സംഘടന ഒരു ഹിന്ദു വർഗീയവാദ സംഘടനയാണ്, അതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. അത് വാങ്ങിച്ച സുഭാഷ് ചന്ദ്രൻ ഒരു ഹിന്ദു വർഗീയവാദിയാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചത് വളരെ രസകരമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഹിന്ദു വർഗീയവാദിയല്ല, ഞാൻ ഒരു മതേതരവാദിയാണ്. മാത്രമല്ല എൻ്റെ ഭാര്യ പ്രസവിച്ച് കിടന്നപ്പോൾ തൊട്ടടുത്ത് ഒരു ബെഡിൽ കിടക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ പ്രസവിച്ച് കിടന്നിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് കൊടുത്തിട്ടുള്ള സംസം വെള്ളം എൻ്റെ കുട്ടിക്ക് കൂടി കൊടുത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ മതേതരവാദിയാണെന്ന് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വിടുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന് സംഭവിച്ച കാര്യമാണത്. അപ്പോൾ എന്തുകൊണ്ട് ആശാൻ എടുത്ത ആ നിലപാട് എന്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എഴുത്തുകാർക്ക് എടുക്കാൻ കഴിയുന്നില്ല? ഈ പൊതുബോധം മാറി. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. സമാനമായ അന്തരീക്ഷത്തിൽ എസ് ഹരീഷ് എന്ന് പറയുന്ന കഥാകൃത്ത് മീശ നോവൽ എഴുതിയല്ലോ. അദ്ദേഹത്തിനെതിരെ, ആ മീശയ്ക്കെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഹിന്ദുത്വവാദികളിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളിൽ നിന്നുണ്ടായി. ആ സമയത്ത് ഒരിക്കലും ഈ പറയുന്ന ഹരീഷ് താൻ മതേതരവാദിയാണെന്നോ അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് ഹിന്ദു കൂട്ടുകാരുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. കേരളത്തിലെ പൊതുബോധം മുഴുവൻ ഹരീഷിൻ്റെ കൂടെ നിന്നു. ശരിയാണ്, ഹരീഷ് ഹിന്ദുവാണെന്ന് കരുതിയിട്ട് നമുക്ക് മാറ്റി നിർത്താം എന്ന് കരുതാം. പക്ഷേ ഇതേ സന്ദർഭത്തിൽ എം ഹുസൈൻ്റെ അവസ്ഥയാണ്. എം ഹുസൈൻ ചിത്രം വരച്ചു, നമുക്കറിയാം. സരസ്വതി ദേവിയെ നഗ്നിയായി ചിത്രീകരിച്ചുകൊണ്ട് ചിത്രം വരച്ചു. അതിലൊരുപാട് ഹിന്ദു വിശ്വാസികൾക്ക് അവരുടെ വികാരം വ്രണപ്പെട്ടു, അവർ പ്രതിഷേധിച്ചു. ആ സമയത്ത് ഒരിക്കലും എം ഹുസൈൻ പറഞ്ഞിട്ടില്ല ഞാൻ മതേതരവാദിയാണെന്ന്, എനിക്കൊരുപാട് ഹിന്ദു കൂട്ടുകാരുണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഫാസിസമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യ വിട്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഒരു ആരോപണം വരുമ്പോൾ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മതേതരത്വം തെളിയിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരുന്നു, ചിലർക്ക് തെളിയിക്കേണ്ടി വരുന്നില്ല. ഈ ഒരു പൊതുബോധം ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ 80-കൾക്ക് ശേഷം മാധ്യമങ്ങളിലൂടെയും മറ്റും എഴുത്തുകാരിലൂടെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പൊതുബോധമാണ്. ഇത് കണ്ടില്ല എന്നടിക്കുന്നത് നമ്മൾക്ക് ഒരു ഈ പറഞ്ഞ പോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനുള്ള അതുപോലുള്ളൊരു കാര്യം മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതാണ് പൊതുബോധം നമ്മുടെ. നേരത്തെ പറഞ്ഞ ആ സാഹിത്യത്തിൽ വന്ന ആ ഒരു മാറ്റത്തിൽ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ സിനിമയിലും വന്നിരുന്നു. സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളിൽ പല ഈ മാധ്യമത്തിൽ കൂടെ വന്ന പല എഴുത്തുകാരും, മാധ്യമത്തിൽ എഴുതുന്ന പല എഴുത്തുകാരും ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഇന്ന സിനിമകൾ ഇതിൽ മുസ്ലിങ്ങളെ വില്ലന്മാരാക്കി ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ ഈ സിനിമ മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ള രീതിയിലുള്ള പല നറേറ്റീവുകളും ആ സമയത്ത് കൊണ്ടുവന്നു. ഞാൻ നേരത്തെ വായിച്ചുള്ള GP രാമേന്ദ്രനെ പോലുള്ള പല ആളുകളും അങ്ങനെ എഴുതി വായിച്ചിട്ടുണ്ട് നേരത്തെ. അതിന് ആ സമയത്തൊക്കെ ബ്ലോഗിലൂടെയൊക്കെ പലരും മറുപടിയും കൊടുത്തിരുന്നു. ഈ ഒരു ഓരോ സിനിമകളിലും അങ്ങനെ കൊണ്ടുവന്ന് എല്ലാം സവർണ്ണ സിനിമകളാണ്, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ സിനിമകളാണ്. ഇത് ഇങ്ങനെ പറഞ്ഞ് ഈ സാഹിത്യത്തിൻ്റെ അതിൻ്റെ അനുരണനങ്ങൾ തന്നെ സിനിമയിലെ എഴുത്തിലും ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഒരു പൊതുബോധം എന്ന് പറയുന്നത്, മറ്റ് കലാരൂപങ്ങളിലും പ്രത്യേകിച്ച് സിനിമ. കാരണം സാഹിത്യക്കാൾ കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്നത് സിനിമയാണ്. അതുകൊണ്ട് സിനിമയിലാണ് കൂടുതലും വന്നിട്ടുള്ളത്. സിനിമയെക്കുറിച്ച് വലിയ ധാരണ എനിക്കില്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിൽ പോലും ഞാനിത് കേട്ടിട്ടുണ്ട് ഒരുപാട് സിനിമയിലും ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന്. നമ്മുടെ വിഷയം സാഹിത്യം മാത്രമായതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതെ, അല്ല, ഈ ഒരു ചർച്ച, ഈ ഒരു പറയുന്ന മുസ്ലിം വിരുദ്ധ സിനിമയുണ്ട്, മുസ്ലിങ്ങൾ വില്ലന്മാർ മുസ്ലിങ്ങളായി. അപ്പോൾ സമൂഹത്തിൽ പൊതുവെ ഏത് മതക്കാരനും വില്ലന്മാരുണ്ടാവാറുണ്ട്, മോശം ക്യാരക്ടറുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ സിനിമയിലും സാഹിത്യത്തിലും ഉൾപ്പെടെ വില്ലന്മാരായിട്ട് മുസ്ലിങ്ങൾ ഉണ്ടാകാനേ പാടില്ല എന്നൊരു നറേറ്റീവാണോ ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്നത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പൊതുബോധം എന്ന് പറയുന്നത് ഈ ഒരു ബൈനറിയാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എല്ലാ തിന്മയുടെയും ഭാഗം, അവർക്ക് വില്ലന്മാരാകാം, അവരെല്ലാ കുറ്റവും അവരുടെ ഭാഗത്താണ്. ന്യൂനപക്ഷം എന്ന് പറയുന്നത് എല്ലാ നന്മയുടെയും ഭാഗമാണ്, അവർക്ക് വില്ലന്മാരാകാൻ പറ്റില്ല, അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇങ്ങനൊരു ബൈനറി സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി എസ് ഹരീഷോ സന്തോഷ് ചിക്കാനമോ സുഭാഷ് ചന്ദ്രനോ ഒന്നും ഒരു മുസ്ലിമിനെ വില്ലനായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു കഥ എഴുതാൻ പറ്റില്ല അവർക്ക്. ഉറപ്പാണ്. എഴുതി കഴിഞ്ഞാൽ അവർ ഈ ഒരു പൊതുബോധത്തിന് അപ്രത്യക്ഷമാകും, പുറത്തു പോകും. അല്ലാണ്ട് കൈവെട്ടിക്കളി എന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല. ഈ പൊതുബോധത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. പക്ഷേ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച എഴുത്തുകാർ വേറെ ഉണ്ടായിരുന്നു. ഇപ്പം സുഗതകുമാരിക്കെതിരെ സുഗതകുമാരി, OV വിജയൻ, അക്കിത്തം തുടങ്ങിയ മഹാന്മാരായിട്ടുള്ള എഴുത്തുകാർക്കെതിരായിട്ടും ഇത്തരം ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇവരാരും അത് മൈൻഡ് ചെയ്തിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. കാരണം അവർ വെറുതെ വിട്ട സംഭവം. അവരാരും തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ അവർ മരിച്ചതിന് ശേഷം മൺമറഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ആ ഒരു തൻ്റെ ഇടം, ആ ഒരു നിലപാട് നമ്മുടെ പുതിയ എഴുത്തുകാർക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. കാരണം ഈ പൊതുബോധം മാറിയിരിക്കുന്നു. അത് മാറ്റിയിട്ടുള്ളത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ആരും തുറന്ന് സമ്മതിക്കില്ല. ഇതാണ് വിഷയം. വളരെ അപൂർവം ചിലർ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നവരെ വർഗീയവാദികളാക്കിയിട്ടും മറ്റ് പല പേര് വിളിച്ചിട്ടും സമൂഹത്തിൽ അടിച്ചിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയിട്ട് ഇതൊക്കെ പുറത്ത് വന്നു. സോഷ്യൽ മീഡിയക്ക് ഒരുപാട് ഗുണമുണ്ട് കേട്ടോ, അത്തരം കാര്യങ്ങൾക്ക് ഗുണമുണ്ട്. പിന്നെ അല്പം ധൈര്യം വേണം, നിലപാടിൽ സ്ഥിരത വേണം. അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ തുറന്ന് പറയാൻ കഴിയും. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സാഹിത്യ വിമർശനം എന്ന് പറയുന്നൊരു മാസിക, തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്ന മാസിക, ഈ മാസിക വളരെ കൃത്യമായിട്ട് ഇതൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പരാതി ഉണ്ടാകും, നമുക്ക് അതിൻ്റെ നിലവാരത്തെക്കുറിച്ച് പരാതി ഉണ്ടാകും. പക്ഷേ ഈ ഒരു പൊതുബോധത്തെ എതിർത്തുകൊണ്ട് ഒരുപാട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ധൈര്യം കാണിച്ചത് CK ആനന്ദൻപിള്ള എന്ന് പറയുന്ന പത്രാധിപരാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു പത്രാധിപരെ. വാസ്തവത്തിൽ മറ്റുള്ളവരാം ഈ പഞ്ഞിക്കടിയിൽ ഒളിച്ചു വെച്ച സത്യങ്ങൾ അത് പുറത്തെടുത്തിട്ടുള്ളത് ഈ പത്രാധിപരാണ്. അതിലൊരുപാട് ലേഖനങ്ങൾ, ഇപ്പോൾ രവിശങ്കർ നായരുടെ ലേഖനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ സാഹിത്യ പ്രശ്നത്തിലാണ്. ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 1-2 പത്രാധിപർ നമുക്കുണ്ട്, ചില എഴുത്തുകാരുമുണ്ട്. പക്ഷേ അവരൊന്നും ഈ അക്കാദമിക് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അവരെ അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഈ പൊതുബോധമാണ് നമ്മുടെ അക്കാദമിക രംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സാഹിത്യത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം, അതായത് നേരത്തെ സാഹിത്യം, അതായത് സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു പോരാട്ടത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തത് സാഹിത്യത്തിലൂടെ വന്ന കവിതകളായിക്കോട്ടെ, കഥകളായിക്കോട്ടെ, നോവലുകളായിക്കോട്ടെ. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ദേശവിരുദ്ധതയും കൂടുതൽ വരുന്നതും ഈ പറയുന്ന സാഹിത്യത്തിലൂടെ തന്നെയാണ്. ആ ഒരു മാറ്റം എങ്ങനെ കാണുന്നു?
ഇപ്പം ദേശവിരുദ്ധം എന്നൊക്കെ പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ ആഘോഷിക്കപ്പെടുകയാണ്. ഞാൻ പുതിയ കവിതയുടെ ഒരു വിശകലനം നടത്തുന്നൊരു പങ്ക്തി സാഹിത്യ വിമർശനത്തിൽ എഴുതിയിരുന്നു കുറച്ചു കാലമായിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ ആനുകാലികളിൽ വിടുന്ന കവിതകളൊക്കെ പരിശോധിച്ചിട്ടാണ് എഴുതുന്നത്. അതിൽ വരുന്ന കവിതകളിൽ മിക്കതിലും ഈ പറയുന്ന ഒരു എലമെൻ്റ് കാണാൻ കഴിയും. ഒരു സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന ഒരു കവയിത്രി, പേര് ഞാൻ പറയുന്നില്ല, എഴുതിയൊരു കവിതയിൽ പറയുന്നത് ഈ ഒരു രാജ്യത്തെ കൊത്തിമുറിച്ചിട്ട് കറി വെച്ച് ഞാൻ കൊടുക്കും എന്ന് ഒരു പ്രയോഗം കണ്ടു. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിരുന്നു. UGC ശമ്പളം വാങ്ങിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. പക്ഷേ ഈ രാജ്യത്തോട് ഒരു കൂറുമില്ല എന്ന് തെളിയിച്ച് ഈ രാജ്യത്തെ കൊത്തുനുറുക്കി കറി വെച്ച് കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്താ രാജ്യം ഈ കവയിത്രിയോട് ചെയ്തിട്ടുള്ളത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള വിഷയം? ഈ കവിത വന്നിട്ടുള്ള മാധ്യമവാഴ്ച പതിപ്പിലാണ്. മനസ്സിലായല്ലോ, അതിൻ്റെ സന്ദേശം മനസ്സിലായല്ലോ എന്താണെന്ന്. ഇങ്ങനെയുള്ള ദേശവിരുദ്ധമായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായിട്ടും അടച്ചാക്ഷേപിക്കുന്ന, സംസ്കാരം എന്ന് പറയുന്ന വിമർശനത്തിന് അതീതമായ ഒന്നുമല്ല. നമുക്കറിയാം എല്ലാ സംസ്കാരത്തിലും പ്രശ്നമുണ്ടായിട്ടുണ്ട്, ഭാരതീയ സംസ്കാരത്തിലും പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് കരുതി ലോകത്തിലെ മറ്റെല്ലാ സംസ്കാരങ്ങളും മഹത്തരമാണ്, ഭാരതീയ സംസ്കാരം മാത്രം മോശമാണ് എന്ന രീതിയിലാണ് നമ്മുടെ എഴുത്തുകാർ പെരുമാറുന്നത്. ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പ്രൊഫസർ R. നരേന്ദ്രപ്രസാദ് ഒരു ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം നരേന്ദ്രപ്രസാദിനെയൊക്കെ ഇപ്പോഴും എടുത്ത് വായിക്കേണ്ടുന്നത് നമുക്ക് ആവശ്യമാണ്. ഓരോ കാലഘട്ടത്തിലും ചില എഴുത്തുകാരിങ്ങനെ പൊങ്ങി വരുമല്ലോ. ഈ ലേഖനം പ്രസാദ് മാഷ് എഴുതുന്നത് സക്രിയയും സാറാ ജോസഫും കൂടിയിട്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കിയിട്ട് മലയാളത്തിൽ ഒരു വിഷയം അവതരിപ്പിച്ചു. സാറാ ജോസഫാണ് തുടങ്ങി വെച്ചത്. അതായത് ഭഗവത്ഗീതയുടെ അടുക്കളയിൽ ദളിതൻ്റെ മാംസം വേവുന്നു എന്ന ഒരു പേരിൽ ഒരു ലേഖനം എഴുതി. എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങളെയൊക്കെ ഭാരതീയ സംസ്കാരവും അതിൻ്റെ തത്വചിന്തയുമൊക്കെ അരികുവൽക്കരിക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് നരേന്ദ്രപ്രസാദ് കൊടുത്ത മറുപടി, എനിക്ക് വേണമെങ്കിൽ ബൈബിളിൻ്റെ അടുക്കളയിൽ ഒരുപാട് കാപ്പരികൾ വെന്തിട്ടുണ്ടെന്ന് പറയാം, പക്ഷെ ഞാൻ പറയില്ല. കാരണം എല്ലാ സമൂഹത്തിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമൂഹം വന്നിട്ടുള്ളത് എല്ലാ നന്മയിലൂടെ മാത്രമല്ല, തിന്മയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭാരതീയ സംസ്കാരം മാത്രം എന്തോ വലിയ മോശം, മറ്റ് സംസ്കാരങ്ങളൊക്കെ തന്നെ നല്ലതാണ് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഒരു അജണ്ടയുണ്ടെന്ന് ആദ്യമായിട്ട് സാഹിത്യ വിമർശനത്തിൽ പറയുന്നത് നരേന്ദ്രപ്രസാദാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തെ പോലെ നിരൂപകർ ഇവിടെ ഇപ്പോഴില്ല എന്നുള്ളതാണ് നമ്മുടെ കാലത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. ആരും ചൂണ്ടിക്കാണിക്കാനില്ല ഈ പ്രശ്നങ്ങളെ. ഈ മലയാള സാഹിത്യത്തിൽ വന്നൊരു വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു സംഭവമായിരുന്നു കമല മാധവിക്കുട്ടിയുടെ ഒരു മതം മാറ്റവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും. അതിനെ എങ്ങനെ കാണും? അതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യമാണ്. നോക്കൂ, ആ ഒരു വിഷയത്തിൽ AP അഹമ്മദ് മാഷ് മാത്രമാണ് ശക്തമായിട്ട് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ലോകത്തോട് തുറന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് AP അഹമ്മദ് മാഷാണ് മാത്രമാണ്. ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ആ പുസ്തകം ഇപ്പം കാണാനില്ല നമുക്ക് തീർച്ചയായിട്ടും. അതാരാണ് മതം മാറ്റിയിട്ടുള്ളത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഗൂഢസംഘം എന്താണ്, എത്ര പണം കിട്ടി എന്നിവരെ അദ്ദേഹം അന്വേഷിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ലീലാ മേനോൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ സംഭാഷണമൊക്കെ നമുക്ക് കയ്യിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അതൊക്കെ ഈ പറയുന്ന ഈ ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായി എന്തുകൊണ്ടാണ് ആരും പ്രതികരിക്കാൻ പറ്റാതിരുന്നത്? ആർക്കും മുമ്പായിരുന്നെങ്കിൽ അങ്ങനെ ആവുമായിരുന്നില്ല. അപ്പോൾ ഒരു ആ പൊതുബോധത്തിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട്, കാരണം ഭൂരിപക്ഷം എപ്പോഴും മോശമാണ്, ന്യൂനപക്ഷം നല്ലതാണ് എന്നുള്ള പൊതുബോധത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊതുബോധത്തിൽ നിന്ന് അവർ ഔട്ടായി കഴിയും. അത് പേടിച്ചുകൊണ്ടാണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നത്. അത് മാധവിക്കുട്ടിയുടെ വിഷയമായാലും ഏത് വിഷയമായാലും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഒരുപാട് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാധവിക്കുട്ടിയുടെ വിഷയം ഒരു വിഷയം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢ ഉദ്ദേശങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഈ ഒരു മേഖലയിൽ നടക്കുന്ന ഇപ്പോൾ അവസാനമായിട്ട് ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം ഈ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ, ഇതിനെയൊക്കെ മാറ്റാൻ ഇത് പൂർണ്ണമായിട്ടും മാറ്റുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എങ്കിൽ പോലും ഇതിനൊരു പ്രതിരോധം കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക? തീർച്ചയായിട്ടും അത്തരമൊരു പ്രത്യാശാകരമായിട്ടുള്ള പ്രത്യാശ ഉൾക്കൊള്ളുന്ന കുറേ സംഭവങ്ങൾ, കുറേ എഴുത്തുകാർ മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട്. കാരണം എഴുത്തുകാരുടെ പ്രധാനപ്പെട്ട പേടി എന്ന് പറയുന്നത് തങ്ങൾ ഈ പൊതുബോധത്തിൽ നിന്ന് ഔട്ടായി പോകും അല്ലെങ്കിൽ പുറത്തായി പോകും എന്നുള്ള പേടിയാണുള്ളത്.
ഇപ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം കൂടി ഞാൻ പറയാം. ഇത് പറയുമ്പോഴും ഞാൻ ഈ പൊതുബോധത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടി തീരുമാനിച്ച് 1-2 ലേഖനം എഴുതിയപ്പോഴും ഞാൻ 1-2 സംശയത്തിന് വേണ്ടിയിട്ട് ഈ പൊതുബോധത്തിന് പുറത്ത് കിടക്കുന്ന എഴുത്തുകാരുടെ രചനകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു കവിയെ ഞാൻ വിളിച്ചു. അപ്പോൾ കവി വലിയ ഈ പറഞ്ഞ പ്രസിദ്ധനായ കവിയൊന്നുമല്ല, എഴുതിക്കൊണ്ടിരിക്കുന്ന കവിയാണ്, പുതിയ കവികളാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നേ കവിത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാരണം അതെനിക്ക് കോട്ട് ചെയ്യാൻ വേണം, അതിൻ്റെ പേര് ഒന്ന് വേണം എന്ന് പറഞ്ഞാൽ വിളിച്ചത്. ആ കവിയോട് പറഞ്ഞു, മാഷേ ഒരു കാരണവശാലും എന്നെ കോട്ട് ചെയ്യരുത്, എൻ്റെ കവിതയെക്കുറിച്ച് പരാമർശിക്കരുത്. കാരണം മാഷ് പരാമർശിച്ചു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഈ വേദി കിട്ടില്ല, കവിതയെ അവതരിപ്പിക്കാനുള്ള വേദി കിട്ടില്ല, എനിക്കൊരു ആനുകാലികത്തിൽ എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ആ എഴുത്തുകാരൻ ഒരിക്കലും ഇടതുപക്ഷത്തിൻ്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ ആളല്ല, നമുക്കറിയാം, അതിനെ പുറത്തു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെ ഒരു എഴുത്തുകാരന് പോലും പേടിയാണ്, ഈ പൊതുബോധത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും എഴുത്തുകാർ ധൈര്യപൂർവ്വം സത്യസന്ധമായ കാര്യം പറഞ്ഞാൽ മതി, ആരുടെയും പക്ഷം പിടിക്കേണ്ട. ഇങ്ങനൊരു പൊതുബോധമുണ്ട് എന്നും അതല്ല ശരിയെന്നും പറയാൻ ആർജവമുള്ള എഴുത്തുകാർ എന്ന് വരുന്നുവോ അന്ന് മാത്രമേ കേരളീയ സമൂഹവും കേരളീയ സാഹിത്യവുമൊക്കെ ഒരു മാറ്റത്തിന് വിധേയമാവുകയുള്ളൂ. അത് അക്കാദമിക് രംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. നമുക്കറിയാം, ഈ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരുപാട് ആഖ്യാനങ്ങളുണ്ടല്ലോ. ആഖ്യാനങ്ങളുടെ ഇര കൂടിയാണ് ഞാൻ, അത് പിന്നീട് നമുക്ക് പറയാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ മാറ്റം വരുത്തിയാൽ മാത്രമേ, എനിക്ക് തോന്നുന്നു കുറച്ച് പ്രതീക്ഷയ്ക്ക് വകയുള്ള കുറേ ആൾക്കാർ കടന്നു വരുന്നുണ്ട്. അവർക്ക് പേടിയില്ല, അവർക്ക് ധൈര്യത്തോടു കൂടി സംസാരിക്കാൻ പറ്റും. പദവിയും അതുപോലെ തന്നെ പണവും അങ്ങനെയുള്ള അവാർഡ് ഇതൊന്നും ആഗ്രഹിക്കാതെ മുന്നോട്ട് വരുന്ന എഴുത്തുകാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ആഗ്രഹിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ ഈ പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അണികളുടെ കൂടെ പോവുക എന്നല്ലാതെ അവർക്ക് സ്വന്തമായ ശബ്ദം, വേറിട്ട ശബ്ദം കേൾപ്പിക്കാൻ അവർക്ക് കഴിയില്ല, ഉറപ്പാണ്. കാരണം നാളിതുവരെയുള്ള 90-ക്ക് ശേഷമുള്ള നമ്മുടെ കവിതകൾ ആലോചിച്ച് നോക്കുക, എത്ര പേർക്ക് സ്വന്തമായ ശബ്ദം കേൾപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് വിമർശനമുണ്ടായിട്ടുണ്ട്. എല്ലാം ഒരേ അച്ചില വാർത്ത കവിതകൾ, വേറിട്ട ശബ്ദം കേൾപ്പിക്കാൻ പറ്റാതെ വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ എൻ്റെ ഒച്ച വേറിട്ട് കേട്ടുപോകുമെന്ന് പറയാൻ, അത് കേൾക്കാൻ പറ്റുന്ന ഒരു കവിയും ഈ 90-ക്ക് ശേഷം ഉണ്ടായിട്ടില്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. പലരും ഇപ്പോൾ ദളിത് കവികൾ എന്ന് പറഞ്ഞിട്ടൊക്കെ വിടുന്നുണ്ട്. അവരുടെ ആ ഉള്ളടക്കം ദളിത് കവിത ഉള്ളടക്കം മാറ്റി നിർത്തിയാൽ ആ കവിതയ്ക്ക് എന്ത് അസ്തിത്വമാണുള്ളത്? ഇതൊരു പ്രശ്നമാണ്. ഇത് കൃത്യമായിട്ടും എസ് ജോസഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എസ് ജോസഫ് ഒരു ദളിത് കവിയാന്ന് പറഞ്ഞിട്ടാണ് രംഗത്ത് വന്നത്. നമുക്ക് ആ ഒരു വിഷയം അറിയാമല്ലോ. താൻ ദളിത് കവിയാണ്, താൻ ദളിത് കവിതയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ഒരു കവിയാണ് എസ് ജോസഫ്. പക്ഷെ അദ്ദേഹം അത്യാവശ്യം കവിതയൊക്കെ എഴുതിയിട്ട് മാതൃഭൂമിയിലൊക്കെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് അല്പം പ്രശസ്തനായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദളിതനുമല്ല, എൻ്റെ കവിത ദളിത് കവിതയുമല്ല എന്ന് പറയേണ്ടി വന്നു. കാരണം എന്താണ്? കാരണം താൻ മരിക്കുന്നവരെ ദളിത് കവിയായിട്ട് മാറും. ഒരു സാധാരണ കവി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പേരിടം കിട്ടില്ല. അദ്ദേഹം എത്ര നല്ല കവിത എഴുതിയാലും അദ്ദേഹത്തെ കാണുന്നത് ഒരു ദളിത് കവിയായിട്ടാണ്. ഈ ഒരു ട്രാപ്പ് അദ്ദേഹം മനസ്സിലാക്കി പറഞ്ഞു, ഞാൻ ദളിത് കവിയല്ല എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയൊരു ഈ ഉള്ളടക്കത്തിൻ്റെയും ഈ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഒരു കവി അറിയപ്പെടേണ്ടത്, കവിക്ക് ആദ്യം വേണ്ടത് സ്വന്തമായിട്ടുള്ള ഭാഷയാണ്, പിന്നെ ഭാവനയാണ്. ഇത് രണ്ടുമില്ലാതെ നിങ്ങൾ ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് എഴുതിയാലും അത് കുറച്ച് കാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കവിയെ. ഒരുപാട് ഉദാഹരണം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതുപോലുള്ള ഒരുപാട് 1 കോടി കവികളുടെ കൂട്ടത്തിൽ ഒരു കവിയായിട്ട് മാറും. സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ പൊതുബോധത്തെ മറികടക്കണം. അതിന് ഒരു ആർജവം ആവശ്യമാണ്, ഒരു വിഷൻ ഉണ്ടായിരിക്കണം, പുതിയ ഭാഷയുണ്ടായിരിക്കണം, ഒരു അന്വേഷണ ബുദ്ധി ഉണ്ടായിരിക്കണം, ഭാവന കൃത്യമായി ഉണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ എഴുത്തുകാരനാകാൻ കഴിയുള്ളൂ. ഇതില്ലാതെ നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസ്ഥാനമായിട്ട് നിങ്ങൾ കവിത ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നോടുകൂടി തീർന്നു. അത്രയേ ഉള്ളൂ. എത്രയോ എഴുത്തുകാർ നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ പുകാസയുടെ എഴുത്തുകാർ ഒരുപാടുണ്ടല്ലോ നമുക്ക്. ഇവരൊക്കെ ഈ ആരെ ഉറക്കുന്നത്? ഒരു കാലത്ത് ഈ പറയുന്ന ഒരുപാട് ആൾക്കൂട്ടം ഉണ്ടായിരിക്കാം, അവരെ കേൾക്കാൻ ആൾക്കാരുണ്ടായിരിക്കാം, പ്രസംഗത്തിന് വേദി കിട്ടുമായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആരാണ് ഉറക്കുന്നത്? ഇതിനെക്കുറിച്ച് KPFൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു നർമ്മമുണ്ട്, തമാശയുണ്ട്. അപ്പോൾ KPFന് അറിയാലോ, പുകാസയുടെ നേരെ വിരുദ്ധമായി ചിന്തിക്കുകയും അവർക്കെതിരായിട്ട് പല അഭിപ്രായം പറയുകയും ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കലും ഒരു അഭിമുഖത്തെ ചോദിച്ചു, ഈ പുകാസയിലെ എഴുത്തുകാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരുപാട് ആൾക്കൂട്ടം കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവരുടെ സ്വീകാര്യതയല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പം പറഞ്ഞ മറുപടി,
ഒരാൾ ഒരു തെരുവിൽ വെച്ച് ബോധം കെട്ട് വീഴുമ്പോൾ എല്ലാവരും അടുത്തുകൂടും. അതുകൊണ്ട് ബോധക്കേടിൽ വിശ്വാസം കൊണ്ടല്ല വീഴുന്നത്. ഒരാൾക്ക് അപകടം സംഭവിച്ചു, ഇത്രയേ കാണണ്ടു എന്ന് അപ്പം പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എഴുത്തുകാരുടെ സ്ഥിതി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എഴുതാൻ ശ്രമിച്ചാൽ ആ പ്രസ്ഥാനം മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, വായനക്കാരുണ്ടാവില്ല. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എനിക്ക് പുതിയ എഴുത്തുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് പ്രസ്ഥാനത്തെയും കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക, സ്വന്തമായിട്ട് നിങ്ങൾ ഭാഷയുണ്ടാക്കും, പുതിയ ഭാഷയുണ്ടാക്കും. അതിനൊരുപാട് അന്വേഷണം ആവശ്യമാണ്. പക്ഷെ അതിനുള്ള ഒരു ധൈര്യവും അതിനുള്ള ഒരു പ്രയത്നവും നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ നടന്നു പോകുന്നതിൻ്റെ കൂടെ ഒരാൾ കൂടെ എന്നുള്ള രീതിയിലേക്ക് അത്രയുള്ളൂ. ഒരുപാട് പേർ പാടുന്നു, കൂടുതൽ പാടുന്നു. സ്വന്തമായ ശബ്ദം കളിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്.